ദില്ലി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യം നിഷേധിച്ചത് സ്വാഭാവിക നീതിയുടെ നിഷേധമെന്ന് CPIM. റാം റഹീമിനെ പോലെ ശിക്ഷിക്കപ്പെട്ട ആൾ ദൈവങ്ങൾക്ക് യഥേഷ്ടം പരോൾ ഉൾപ്പെടെ ലഭിക്കുമ്പോഴാണ് വിചാരണ പോലുമില്ലാതെ ഇവരെ 5 വർഷത്തിലേറെയായി ജയിലിൽ അടച്ചതെന്ന് CPIM മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ട് വിമർശിച്ചു. UAPA കരിനിയമം ചാർത്തപ്പെട്ട് 5 വർഷത്തിലേറെയായി വിചാരണയോ ശിക്ഷയോ കൂടാതെ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഷർജിൽ ഇമാം, ഉമർ ഖാലിദ് എന്നിവർക്ക് ജാമ്യം നിഷേധിച്ച സുപ്രീംകോടതി നടപടി സ്വാഭാവിക നീതിയുടെ നിഷേധമെന്നാണ് CPIM വിമർശനം. അന്വേഷണ ഏജൻസികൾക്ക് തെളിവുകൾ നൽകാൻ പോലും കഴിയുന്നില്ലെന്നും അതിനാലാണ് വിചാരണ പോലും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതെന്നും CPIM മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ട് വിമർശിച്ചു. BJP leaders and their hate-filled speeches, provocative speeches, not even an FIR has been filed against them. And after 5 years, you have not produced evidence to convict him, which is why the case is going on. If there was such strong evidence, why is he not convicted? Because there is no strong evidence. കലാപത്തിന് പരസ്യമായി ആഹ്വാനം ചെയ്ത BJP നേതാക്കൾക്കെതിരെ ഒരു കേസ് പോലുമില്ല. ഒരു വശത്ത് തെളിവ് പോലുമില്ലാതെ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരെ ജയിലിൽ അടയ്ക്കുമ്പോൾ മറുവശത്ത് ആൾദൈവം റാം റഹീം പോലെ കൊലപാതകത്തിനും പീഡനത്തിനും ശിക്ഷിക്കപ്പെട്ടവർക്ക് പരോൾ വാരിക്കോരി കൊടുക്കുന്നതെന്നും വിമർശിച്ച ബൃന്ദ കാരാട്ട് ഇന്ത്യയിൽ 2 സിസ്റ്റമാണുള്ളതെന്നും പറഞ്ഞു. One country, 2 systems of judicial scrutiny. I mean, how is the Haryana High Court allowing this? A man who's been convicted for rape, a man who has utilized his position of a religious guru to rape his disciples. Such a man is given parole and there's no problem in the Supreme Court. ദില്ലി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവർക്കൊഴിച്ച് മറ്റ് 5 പേർക്കും കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.